ഹായ് ഹോൾ, വെൽക്കം ബാക്ക്. അപ്പോൾ മീനൊക്കെ മേടിക്കുന്ന തിരക്കിലാട്ടാ. ഇന്ന് ഇൻട്രോ മീൻ കൊട്ടയാണ്. അങ്ങനെ മീനൊക്കെ മേടിച്ച് വെച്ചിട്ട് നമ്മളത് ഉണ്ടാക്കാനൊന്നും നിൽക്കണേ. നമ്മൾ സ്കൂൾ വിട്ടിയല്ലോ, അപ്പോൾ നമ്മളെ പെരേക്ക് പോവാണ്. എൻ്റെ വീട്ടിലേക്കല്ല ഇപ്പോൾ പോണത്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഏടത്തിയുടെ വീട്ടിൽ. കോളിൻ്റെ ഏടത്തി മാത്രമല്ല, ഉമ്മന്നെയാണ് കേട്ടോ. ഉമ്മൻ്റെ സ്ഥാനമൊക്കെ തന്നിക്കുന്നത് ഓളാണ്. അപ്പോൾ പിന്നെ ആ ഒരു റെസ്പെക്റ്റ് ഞാൻ കൊടുക്കാറുണ്ട്. വീട്ടിൽ തന്നെ പോവാറുള്ളത് കൂടുതലും. പക്ഷേ നമുക്കൊരു എൻജോയ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മളുടെ എല്ലാ ഉടായ്പും നടക്കുക ഓളെടുത്താണ്. അപ്പോൾ വേഗം കെട്ടിട്ടി പോവുക ഓളെടുത്ത് കാട്ടും. അങ്ങനെ അപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നാൽ ഞങ്ങളാരുമില്ല. തത്തരൊക്കെ കെട്ടിച്ചു കൊടുത്തു. പിന്നെ ആങ്ങള വൈഫ്, പിന്നെ ഉമ്മയിപ്പി. അപ്പോൾ ചെറിയ ആങ്ങള ഇവിടെ ഇല്ല, നാട്ടിലില്ല. അപ്പോൾ ഇനി അമ്മിപ്പി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രസമില്ല. ഇവളടുത്തേക്ക് വരുമ്പോൾ പിന്നെ വേറൊരു രസമാണ്. ഓളടുത്തേക്ക് വരുമ്പോൾ കണ്ട ഈ കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലമാണ് ഓളവിടെ. അപ്പോൾ പിന്നെ കുട്ടികളെ കണ്ടോ ഇങ്ങോട്ടല്ലേ ഇൻട്രസ്റ്റ് ചെയ്യാം. അങ്ങനെ അപ്പം ഞങ്ങൾ ഇങ്ങോട്ടാണ് കേട്ടോ ഇപ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ അവസ്ഥ അതൊക്കെയാണ്. ഇവളെ കളിസാമാനം ഇവലൊക്കെ തൊടുമ്പോഴത്തിന് ഇവൾക്കാകെ ബേജാറാണ്. ഇവളിപ്പോൾ എന്ന് പോകും എന്നുള്ള കൺഫ്യൂസഡിലാണ് ഓള്. അങ്ങനെ ഓളെ ഈ കളിസാമാനപ്പെട്ടിന്ന് ആർക്കും ഒന്നും എടുക്കാൻ പാടില്ല. അതെന്തൊക്കെ എടുക്കണേ എങ്ങനെയൊക്കെ ഓളും ഉമ്മയും ഓളമ്മാനെയും നോക്കാൻ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ ഓല് തകർത്തിയായി കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വരുന്നത് പ്രമാണിച്ചിട്ട് തന്നെ നല്ലൊരു സദ്യ ആക്കിയിരിക്കുന്നത്. പിന്നെ വായൻ്റെലൊന്നും രാത്രി ആയതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ സാധാ പ്ലേറ്റിലിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഇതാ പായൊക്കെ വിരിച്ചപ്പോൾ ഇവരിതാ ഭയങ്കര നിസ്കാരം കേട്ടോ. ഓളെ വിചാരം മുസല്ല വിരിച്ചതാന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവരൊക്കെ കൂടെ ഒതുക്കാൻ വേണ്ടിയിട്ട് നിലത്ത് കിടക്ക് ഇങ്ങനെ വിരിച്ചിട്ടാട്ടോ കിടക്കുന്നത്. ഇത് താത്താൻ്റെ മോളെ കുട്ടിയേട്ടോ. അങ്ങനെ ഞാനും താത്താരൊക്കെ ഒരുപാട് വയസ്സിന് ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. അതായത് 12-13 വയസ്സിന് വ്യത്യാസമുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞാൽ അവർ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലായിരുന്നു ഉമ്മ പ്രഗ്നൻ്റ്. അങ്ങനെ ഉണ്ടായ അവസാനത്തെ ഉരുള് കമിഴ്ത്തി ഉണ്ടായ കുട്ടിയെന്ന് പറഞ്ഞ പോലെ കമിഴ്ത്താതെ ഉണ്ടായ കുട്ടിയാണ് ഞാൻ. അങ്ങനെ കിട്ടിയൊരു കുട്ടിയായതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്നേഹം വാരിക്കൊരി തരുന്നുണ്ട് കേട്ടോ. അത് മരിക്കോളം തിരിച്ചു കൊടുക്കാൻ പറ്റണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇവിടെ വന്നാൽ പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്തുള്ള ഫുഡാണ് ഉള്ളുണ്ടാക്കുക. ഇപ്പം ഇന്നലെ രാത്രി തന്നെ ചോദിച്ചിരുന്നു എന്താ എനിക്ക് വേണ്ടിയെന്ന്. അപ്പോൾ അതൊക്കെ എനിക്ക് ചൂടോടെ ഇവിടെ വന്നാണ്ടല്ലോ വന്നിരുന്നാൽ മതി, ഓളങ്ങ് വെള്ളം പിറ്റേരും. ഇനിയിപ്പോൾ ഇതാ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നേരം പോണില്ല ഗൈസ്. അപ്പം ഞങ്ങൾ മുടിമത് അതുപോലെ കുത്തപ്പിനാറുകളൊക്കെ പണിതാണ്. എൻ്റെ ഓരോരോ കലാവിരുദ്ധകൾ ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റെസക്ക് കുറച്ച് ഫ്ലവർ കിട്ടിയത്. അപ്പോൾ ഇത് അവിടെ നിന്നോട് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞു. ഇത് വെച്ചിട്ട് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യണം ചെയ്യുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫ്ലവർ കൊണ്ട് എന്ത് ക്രാഫ്റ്റാണ് അതൊക്കെ കാണിച്ചു തരാമെന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒക്കെ കേട്ടോ. എന്താ റസേ? സൺഫ്ലവർ ക്രാഫ്റ്റാ? എങ്ങനെ പൊട്ടിച്ചിട്ട് അതിലൊട്ടിക്കാൻ? വാവ്, ഗുഡ് ഐഡിയ. ഇല്ല രസമല്ല. നോക്കൊരു പേജ് എടുത്താളാ. പോളും അതേപോലെ ചെയ്യും. ഇതിൻ്റെ കുട്ടിയുടെ മിനി ബുക്കാണ്. എൻ്റെ രസം ഉണ്ടാക്കിയ മിനി ബുക്കാണ്. അത് ഈ കുളമായി തലമായിക്കും. ഇതിൻ്റെ ഇവ് കളർ എടുത്തതാട്ടോ ഗൈസ്. ഭംഗിയുണ്ടോ? കമൻറ്റ് ഇടുട്ടോ. ഇനിയുണ്ടോ? എൻ്റെ കുട്ടി നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മറിക്കും. ഏത്? ഇതാണ് പതിരിയുമ്പോള്. ഇത് കളർ കൊടുക്കലല്ല, ഇത് കളറിന്റെ പേര് ഇതാണുള്ളതാ. കളർ കൊടുക്കാനെന്നാ ഈ വിചാരിച്ച്. അപ്പം എന്നൊക്കെയുള്ള പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ എറൈസ് ചെയ്തിട്ട് വേണം അവിടെ പേര് എഴുതി കൊടുക്കാൻ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.